എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. ഏവർക്കും ഭീമ സിനിമ ചിരിമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സൂപ്പർ സ്റ്റാർ ജനപ്രിയ നായകൻ ശ്രീ ദിലീപാണ് ഭീമ സിനിമ ചിരിമയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ദിലീപ്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഞങ്ങള് പെർഫോം ചെയ്യുന്ന സമയത്ത് അഭി സിനിമ നടിയായിട്ട് വരും. മീശയൊക്കെ കളഞ്ഞ് മറ്റേ അമിതാഭ് ബച്ചനൊക്കെ ചെയ്യാനായിട്ടുള്ള ചില സമയത്ത് മീശ ഉള്ള സമയത്താണെങ്കിലും വന്നിട്ട് എന്തൊക്കെ ഡ്രസ്സ് ഇട്ടാ വന്നേന്ന് അറിഞ്ഞൂടാ വന്നിരുന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ വേഷമൊക്കെ ആ സമയത്തുള്ളൂ. ഞാൻ അത് നിന്നിട്ട് ഞാൻ പൊലിപ്പിക്കാതെ നോക്കുക. കാരണം പറ്റാവുന്നത്ര നേരം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ ഞാൻ ആദ്യം വന്ന് ഒരു തവണ ഞാൻ ജേർണലിസ്റ്റായിട്ട് പോകും. മാഡം നമസ്കാരം. നമസ്കാരം. മാഡത്തിനെ ഒരുപാട് കാലം ഞാൻ ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിന് ചാൻസ് കിട്ടിയത്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് തുടങ്ങിക്കോ. അപ്പോൾ മാഡം ശരിക്കും തമാശ ചിത്രീകരണ വേളയിലെ തമാശകൾ എന്തെങ്കിലും കോമഡി ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുള്ളത് ഹൈദരാബാദ് ഫിലിം സ്റ്റുഡിയോ ഷൂട്ടിംഗ് നടക്കുന്നു. ഞാൻ കോമഡി പറയും. ഭയങ്കര കോമഡി പറയും. ഭയങ്കര കോമഡിയാ. എന്ത് കോമഡിയാണ്? യോ അന്നേ ആരാ രംഗറാവ് ഉണ്ട്, എനിക്ക് രാമറാവ് ഉണ്ട്, രാമറാവ് സാർ എല്ലാം ഇവിടെ ഉണ്ട്, ഇങ്ങനെ സീറ്റിലുണ്ട്. അന്ന് മുതലുള്ള ഞാനൊന്നൊരു കോമഡി പറയും. അന്ന് എന്തോ നമ്മളെ സെറ്റിലെ ബോയ് ഇല്ലേ, ബോയ് വന്ന് എന്നോട് ചോദിച്ചു ചായ വേണോ കാപ്പി വേണോ എന്ന്. അയ്യോ ഞാന് ഒരു കാമഡി പറഞ്ഞു. എന്ത് കാമഡിയാ? ഈ പയ്യൻ വയ്യൊരു കൊച്ചു പയ്യനാണ്, മീശയൊന്നുമില്ലാതെ നിങ്ങളെ പോലെ തന്നെ. അപ്പൊ വന്നിട്ട് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഭയങ്കര എനിക്ക് കേൾക്കുമ്പോ തന്നെ എല്ലാവരും ചിരിച്ചു. എന്ത് കോമഡി അത്? ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കാപ്പി മതിയെന്ന്. എല്ലാരും ചിരിച്ച് മണ്ണ് തപ്പിയല്ലേ. ഞാൻ കല്ല് തപ്പുകയായിരുന്നു. ഇത് ഈ ചിരിയില്ലേ, ഈ ചിരി ഞാൻ ഇത് കേറുന്ന ചിരി ഞാൻ ശരിക്കും ചിരി തുടങ്ങി. അങ്ങനെ ഒരുപാട് ഗംഭീര, അതായത് ഈ മാനറിസമാണ്, അതോട്ടം അതും ഒക്കെയാണ് ഒരു എന്താ പറയാ ഓവറാക്കുക എന്ന് പറയാം അല്ലേ? അല്ല, അതിനെ നമ്മൾ അന്ന് ശരിക്കും ഓവറാക്കി ചെയ്യുമ്പോൾ, ഈ ഫീമെയിൽ ക്യാരക്ടറിനെ ഓവറാക്കി ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തില് ഭയങ്കര ചിരിയും കഴിഞ്ഞു. പിന്നെ എന്റെ വേഷം ഇതല്ല, പെണ്ണായിട്ട് ശരിക്കും ഫോറിൻ ഇവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ്, ഇവിടെയൊക്കെ ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് വരണ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ആ വരവിൽ തന്നെ ഒരു ചിരി ഉണ്ട്. അപ്പൊ പിന്നെ ഇത്ര ഓവറാക്കിയാലും കുഴപ്പമുണ്ടാവില്ല. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മാഡം? ചോദിച്ചോളൂ. മാഡം ലോ കോളേജ് പഠിച്ചു എന്നൊക്കെ കേട്ടല്ലോ. അനാവശ്യം പറയുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും ഹൈ കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ലോ കോളേജിലൊക്കെ ഞാൻ മാഡം നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ? എന്റെ മമ്മി പോലും കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അസ്നർക്ക് മറ്റേ ജേർണലിസ്റ്റിന്റെ ഇടയിലാണ്. മാഡം ഹായ് മാഡം. മറ്റേ സീൻ കഴിഞ്ഞോ? മാഡം അടുത്ത സീനേ ആ ബലാത്സംഗ സീനാണ്. റേപ്പ് സീനാണ്. അതല്ലേ നമ്മൾ സ്കൂളിലാണ് ചിത്രീകരിക്കുന്നതേ. കുട്ടികളുണ്ടാവോ?
അയ്യോ അങ്ങനത്തെ ഇതിലേക്ക് പോവില്ല. അതല്ല അതല്ലേ ചോദിച്ചത്. സ്കൂളിലാവുമ്പോ കുട്ടികളുണ്ടാവോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ? അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള തമാശകളും ഞാൻ കുറേയൊക്കെ മറന്നുപോയി. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഐറ്റമാണ്. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഐറ്റമായിരുന്നു. ഇത് ആ കാലഘട്ടത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണല്ലേ? ഇതുപോലെ അബിയുടെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇന്ന് കാണാം. ഇന്ന് പല അവതാരങ്ങൾ കാണിക്കുന്നതാണ് അബി. നോക്കാം. നമുക്ക് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു, പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്, ചേർത്തലക്കാരനാണ്, ഓർമ്മയുണ്ടാകും. അതെ, അദ്ദേഹത്തിന് ഇംഗ്ലീഷിൻ്റെ ഒരു അസ്ക്യതയുള്ള വിവരവും അറിയാമല്ലോ. India is my country. All Indians are countries. പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഇന്ത്യ കണ്ടയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ശാപം ഏറ്റുവാങ്ങിയ ഒരു പ്രധാനമന്ത്രിയാണ് മോഡി. മായാവതിയുടെ ശാപം, സോണിയാഗാന്ധിയുടെ ശാപം, പാവം ജയലളിതയുടെ ശാപം, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ ശാപം, എൻ്റെ ഭാര്യയുടെ ശാപം, ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ച് ഏത് കുളത്തിൽ കുളിച്ച ഈ ശാപത്തിൽ നിന്ന് മോചിതരാകാൻ പറ്റും? ചേർത്തലയിൽ ചിക്കൻ കുനിയ വന്നപ്പോൾ എല്ലാവർക്കും ചിക്കൻ കുനിയ ബാധിച്ചു, എനിക്ക് മാത്രം ബാധിച്ചില്ല. അപ്പോൾ അന്ന് സോണിയാജിക്ക് മനസ്സിലായി ഞാൻ നല്ല പ്രതിരോധമുള്ള ആളാണ്. അങ്ങനെയാണ് എന്നെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാക്കിയത്. ഇനി രാഷ്ട്രീയക്കാരിൽ നിന്ന് ഞാൻ തമിഴ് സിനിമാ താരങ്ങളിലേക്ക് കടന്നാലോ എന്നാലോചിക്കുക. പഴയ മുഖ്യമന്ത്രിയും നമ്മുടെ നാട്ടുകാരനുമായ MG രാമചന്ദ്രൻ, MGR. தமிழ்நாட்டில் மாபெரும் உன்னத படைப்பு தான் இந்த தமிழ்நாடு பரிசுட்டு கொடுக்க. இது யாருக்கு எப்போ கிடைக்கும் யாரும் சொல்ல முடியாதப்பா. இந்த பரிசுகிட்ட வாங்கணுமா வேண்டாம் சிந்தி கொண்டிருக்கிற இதே வேலையில் கூட உங்களை தேடி கொண்டு இருக்கான். உங்களுக்காக ஆண்டவனுக்காக கிடைத்து விடக்கூடும். ஆகவே சிவாஜி கணேசன். அம்மா தாயே, கேவலம் 2 சப்பாத்தியை மட்டும் சாப்பிட்டதுனால இவ்வளோ பெரிய தண்டனை கொடுத்துட்டார்களே. இதுமா ஒரு யோசிப்பா. தமிழ்நாட்டிலே மாபெரும் உன்னத படைப்பு தான் இந்த தமிழ்நாடு பரிசுட்டு கொடுக்க. யாருக்கே எப்ப கிடைக்கும் என்பது யாராலும் சொல்ல முடியாதப்பா. இந்த பரிசீட்டை வாங்குவோமா வேண்டாமாடி சிந்திச்சு கொண்டிருக்கின்ற இதே வேளையில் கூட இஷ்டம் உங்களை தேடி கொடுத்துருக்கா. உங்களுக்காக, உங்க குடும்பத்துக்காக, குடும்பத்தை எவரோ வாக்களிக்கிறதோடுமாகவே இந்த பொன்னார சந்திரபத்தை அழுகுதார்கள் கெடுத்த சந்திரபத்தை பயன்படுத்தி நீங்களும் கண்ணா, நீங்களும் இந்த சந்திரபத்தில் லட்சாதிபதி ஆகலாம். கண்ணா, ഇനി ഈ ശിവാജി ഗണേശനെ സ്റ്റൈലൈസ് ചെയ്യാതെ സ്പീഡാക്കിയാൽ മഹാരാഷ്ട്രയിൽ നിന്നും എത്തി ഡബ്ബിങ്ങിൽ തന്നെ സായിപ്പിനെ ഞെട്ടിച്ച ഒരു നടനുണ്ട്. ചലനങ്ങളിൽ ഒരു തമിഴ്നാട് ഒരു ഏരിയ മുഴുവൻ കൈക്കലാക്കിയ, എന്തിനു പറയുന്നു, ലോകത്തിൽ എവിടെ ചെന്നാലും ആരാധകരുള്ള ഒരേ ഒരു നടൻ ശിവാജി റാവു എന്ന രജനികാന്ത്. ஓட வச்ச மன்னாரே மாமா என்ன சொன்னாரே, சோட வாங்க சொன்னாரு. தமிழ்நாட்டில் மாபெரும் உன்னத படைப்பதாக தமிழ்நாடு பரிசுத்து கூட யாருக்கு எப்போ கிடைப்பு யாரோ சொல்ல முடியாதுப்பா. இந்த பரிசுட்டை வாங்க சிந்தோடு இதே வேலை கூட இஷ்டம் உங்களுக்கு உங்க குடும்பத்துக்கு யாராவது பாக்கி கிடைச்சு கூட இந்த பாஷா ஒரு டிக்கெட் கொடுத்தா 100 டிக்கெட் கொடுத்த மாதிரி. ഇദ്ദേഹത്തിനെ പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഇദ്ദേഹത്തിൻ്റെ ഒരു എതിരാളിയുണ്ട്, സകലകലാ വല്ലഭൻ, മലയാളിക്ക് മറക്കാൻ കഴിയാത്ത കമല ഹാസൻ. தம்பி, தமிழ்நாட்டில் மாபெரும் உன்னத படைப்பு தான் இந்த லாட்டரி டிக்கெட்டு. இந்த லாட்டரி டிக்கெட்டை வாங்கണமா வேண்டாமான்னு சிந்திச்சு கொண்டிருக்கிற இதே வேலையில் கூட அதிர்ஷ்டம் உங்களை தேடி வந்து கொண்டு இருக்கலாம். உங்களுக்கு இல்லை குடும்பத்துக்கு யாராவது பாக்கத்தில் கிடைத்து கொடுக்கணுமாகவே ஆண்டவா இந்த பொன்னான சந்தர்ப்பத்தை நழுவிடாதீர்கள். கிடைத்த சந்தர்ப்பத்தை பயன்படுத்தி நீங்களும் இந்த சந்தர்ப்பத்தில் லட்சாதிபதி என்ன ஐயா வேணும்னா வாங்கிடலன்னா ஆளை விட்டுடப்பா.
അന്നും ഇന്ന് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരു താരമുണ്ട്. ആരാണെന്നറിയോ? അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ക്ലോസപ്പിലുള്ള മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു മാക്കാന്തവള ഇരിക്കണ പോലെ തോന്നും. ശങ്കരാടി ചേട്ടൻ. ശബ്ദത്തിലും ഒരു തവളയുണ്ട് പുള്ളിയുടെ. മാനക്കല കാര്യം പറഞ്ഞാൽ നേരം വളക്കും. കേട്ട് കാണും മേമന. അഹോരാത്രം ഇരുന്ന് കുടിക്കുക. എപ്പോഴും പൊട്ടി കെട്ടിയിട്ടില്ല. എന്താ കാര്യം? ഒരിത്തിരി തേങ്ങാപ്പിണ്ണാക്ക്, ഒരിത്തിരി പരുത്തിക്കുരു ഇട്ട് കൊടുത്താൽ മതി. പാല് ശറവറാന്ന് ഒഴുകായി. അപ്പം ഞാൻ പോയിട്ട് പിന്നെ വരാം. ആ ഓ ആ ഓ ആ ഓ ആ ഓ ആ ഓ ആ ഓ ആ. ഇനി നമ്മുടെ ജനാർദ്ദനൻ ചേട്ടനെ ഒന്ന് മനസ്സിലോ സങ്കല്പിച്ച് ഒരു സിന്ധി പശുവിൻ്റെ ലുക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും എവിടേക്കോ പശു ഉള്ളതായിട്ട് നമുക്ക് തോന്നി. എന്റെ പൊന്നു തോമാച്ച, താരത്തേക്ക് വരണ 3-4 CBIക്കാരന്മാർ 5-6 പാവക്കുട്ടിയായിട്ട് മേലോട്ട് കയറിപ്പോയിട്ടുണ്ട്. എനിക്കൊന്നും പറയില്ല. അയ്യോ അമ്മേ. ഇനി ഞാൻ പോകുന്നത്, ഞാൻ സിനിമ കണ്ട് കാലം തുടങ്ങി എൻ്റെ മനസ്സിൽ ഒരു ഹീറോയുണ്ടെങ്കിൽ അത് പ്രേം നസീറാണ്. അദ്ദേഹത്തിന് ചിരിച്ചാലും കരഞ്ഞാലും ഒരു ശബ്ദമാണ്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട്, അമ്മേ, അമ്മയുടെ പൊന്നാര മോൻ പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വന്നിരിക്കുകയാണ്. കണ്ണു തുറക്കൂ അമ്മേ, കണ്ണു തുറക്കൂല്ലേ അമ്മേ, അമ്മേ. ഇനി കാമുകിയുടെ അടുത്ത് വന്നിട്ട്, അല്ല, ശകുന്തള പേടിച്ചു പോയോ? പെൺകുട്ടികളായാൽ പേടിക്കാൻ പാടില്ല, സ്മാർട്ടായിട്ടിരിക്കണം. ചിരിക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ. ചിരിയിലൊരു വ്യത്യാസമില്ല. നിങ്ങൾ ബോംബെ പോയിട്ടുണ്ടോ? ബോംബെ ചെന്നാൽ ബോംബെയിൽ ട്രെയിനിന് അനൗൺസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഈ പ്രേം നസീറിനെ അനൗൺസ് ചെയ്യാൻ ഇരുത്തിയാൽ എന്തായിരിക്കും എന്ന് ഞാൻ ആസ്യഭാവനയിലൂടെ കണ്ടു. ബോംബെ പോയപ്പോൾ അവതരിപ്പിച്ച ഒരു സംഭവം. चर्च गेट जाने के लिए ये तेज गाड़ी है. एक गाड़ी बांद्रा से दादर, दादर से बम्बई सेंट्रल, बम्बई सेंट्रल से सांता क्रूज से चर्च गेट तक तेज जाएगी. 5 സ്റ്റോപ്പ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. കുറ്റവാളികൾ തിങ്ങി നിറഞ്ഞ ജയിലിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലേക്ക് സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല. കണ്ണീരും കൈലേസുമല്ല, വെറുതെ പറയുന്ന വേദാന്തമല്ല. മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൽ നേരുള്ള ചങ്ങാതിയല്ലേ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല. കണ്ണീരും കൈലേസുമല്ല. നേരം വെളുത്തപ്പെടുന്ന പാട്ട്, കൂത്ത്, ഡാൻസ്. എടാ, ഇന്നിവിടെ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടി നടക്കരുത്. എന്ത് പണിയാവന്മാരെല്ലാരും കൂടി ഇവിടെ കാടിച്ചു കൂത്ത് വൃത്തിയാക്കണം ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. ആരെന്നാ വർത്താനം പറയണേ? ഈ പാട്ടും ആഘോഷമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ പണി ചെയ്യുമ്പോൾ ഒരു ഉഷാറുണ്ടാവുള്ളൂ. ഉഷാറല്ലേ ഉണ്ടാവുള്ളൂ. അതെ, അല്ലാണ്ട് സാമ്പാറൊന്നും ഉണ്ടായില്ല. എടാ, ഇതൊക്കെ SI കേട്ടിട്ടുണ്ടല്ലോ. ആര്? അണ്ണാനാ? സംഗതി പുള്ളി അണ്ണാൻ ചകിരിയും കടിച്ചു പിടിച്ചതൊക്കെ മീശയൊക്കെ ആണെങ്കിൽ ആള് തികഞ്ഞ കലാകാരനാ. ഇവിടെ പണ്ട് പോഞ്ഞിക്കര സ്റ്റേഷനിൽ പോലീസ് ഓർക്കസ്ട്രയ്ക്ക് എന്തെല്ലാം പാട്ടുകളാ പാടിയെന്നറിയാമോ? സംഗതികളൊക്കെ പുള്ളി നല്ല നന്നായിട്ട് മേളിൽ കയറ്റി പാടും. പക്ഷെ മേളിലുള്ള ആൾക്കാരുടെ സംഗതി ഒന്നും പുള്ളിക്ക് മനസ്സിലായില്ല. അവസാനം സസ്പെൻഷനായി പണിഷ്മെന്റ് ഇങ്ങോട്ട് തട്ടി. ദൈവത്തെ ഓർത്ത് അങ്ങേരുടെ പണി നിങ്ങൾ ആരും കളയില്ല. ഇനിയിപ്പോ D ബ്ലോക്കിലെ അവസ്ഥ എന്തായി കാണും. എന്തായാലും അവിടെ പോയി നോക്കിട്ട് വരാം. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല. സാറ് പണിയെടുക്കും 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 പണിയെടുക്കും. എടാ, ആരാണ് ഇവിടെ പാട്ട് പാടിയത്? ആരാണെന്ന്? ആരാ പാട്ട്? നീയാണോ പാട്ട് പാടിയത്?
എന്റെ പൊന്നു സാർ എനിക്ക് പാടാൻ അറിയില്ല, ഓടാൻ അറിയൂ. നീ എന്നെ പോലെ അല്ല ഒരു ഓടാനും പറഞ്ഞൂടാ. പിന്നെ വേറെ ആരോട് പാട്ട് പാടിയത്? ഞാനാ പാടിയത്. എന്റെ സാറേ അവൻ അറിവില്ലായ്മ കൊണ്ട് പാടിയതാ. അറിവില്ലെന്ന് ആര് പറഞ്ഞു? നല്ല കിടക്കനായിട്ട് പാടിയല്ല, ഞാൻ അപ്പുറത്തുനിന്ന് കേട്ടല്ലേ. പക്ഷെ നമ്മൾ പാടി അത്ര ആയില്ല. ഇവനൊന്ന് പാടി ശരിയാക്കാനുണ്ട്. അത് വേണോ? മാറിത്തറ എടാ, ചെവി ഒന്നും എന്റെ ചുണ്ടത്ത് മുട്ടിക്കടാ. നീ സംഗീതം പഠിച്ചിട്ടുണ്ടോ? 5 വർഷം. എന്റെ പൊന്നു, അവൻ എന്നെ പോലെയല്ല, സംഗീതം പഠിച്ചിട്ടുണ്ട്. ആഘോഷം നടക്കണ്ടല്ലോ, അവരോട് പണി. എന്തായാലും അവൻ ഒരു പാട്ടിന് നമ്മൾ അവഹേളിക്കാൻ പാടണ്ട. നമ്മൾ എങ്ങനെ പാടി ഇതായിട്ട് നടന്നിരുന്നാണ്. ഇവന്റെ പാട്ട് ശരിയാണ്, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണമല്ല. ഇങ്ങോട്ട് വന്നേ. നിന്നെ കണക്ക് ടീച്ചറാണോ പാട്ട് പഠിപ്പിച്ചത്? അല്ല, വിദ്യാരം. പാട്ടായിട്ട് ഒരു ബന്ധുവില്ലാതെ നിനക്ക് ഇങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്? ഇങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ പല്ലവി ഒന്ന് പാടി, ഞാനിപ്പോ ശരിയാക്കി തരുന്നത്. കണ്ണീരും കൈലേസുമല്ല പായേലൊരു പറ നെല്ല് പൊല്ലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. എന്റെ സാർ ഇത് എന്നെ കാണിക്കണത്? ഇത് കുരുത്തോലെ കൊണ്ടുള്ള കൊട ഡെമ്മിട്ട്. ദൈവമേ സാറേ, പണ്ട് പോഞ്ഞിക്കര സ്റ്റേഷനിൽ നിന്ന് നേലേട്ടോണ്ടാ നമ്മൾ രണ്ടുകൂടെ നിൽക്കണം. ഇവിടെ കിടന്ന് വാവിളിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ വായ്പൊളിച്ച് നിൽക്കേണ്ടി വരും. എന്റെ സാർ ഇവിടെ പരിപാടി നടക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇവന്മാർ പണിയെടുക്കട്ടെ. എല്ലാവരോടും വന്നേ, എല്ലാവരോടും കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ? സ്വാതന്ത്ര്യദിനോട്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന കൂട്ട് തന്നെ കലാപരിപാടികളും കായിക മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനലുകാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മന്ത്രി വരും. കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി വരാന്നോണ്ട് ഞങ്ങൾ ഇവിടെ കറങ്ങിട്ട് അടിപൊളിയാക്കി. പുള്ളിയോട്ട് വന്നൂല, പുള്ളിക്ക് എന്താ തിരക്കായിരുന്ന? സംഭവം തിരക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വരാണ്ടിരുന്ന എന്താണെന്നറിയാമോ? പുള്ളിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം തന്നെ 3 പ്രാവശ്യം വന്നാക്കണം. എന്താണെന്ന് ചോദിച്ചിട്ട് അതൊക്കെ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോ നിങ്ങൾ മോശക്കാരാവരുത്. നമ്മൾ മോശക്കാരായിരുന്നെങ്കിൽ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? സാർ എന്നാ വർത്താനം എന്നും പറഞ്ഞിട്ട് ഉള്ള മോശപ്പേര് ഇല്ലാണ്ടാക്കണോ? ഞാൻ അതല്ല പറഞ്ഞത്. അവര് വന്ന് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ തൃപ്തരായിരിക്കണം. സാർ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് വിടാറുണ്ടോ? നീ എന്തിനാണ് പുറത്തു പോകുന്നത്? അല്ല, അവര് വരുമ്പോ നമ്മൾ തൃപ്രയർ പോയിരിക്കും. തൃപ്രയാറല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും തയ്യാറായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതിപ്പോ ചോദിച്ചോളണം. അന്നേരത്ത് കയ്യും കാലും പൊക്കി കാണിക്കരുത്. എനിക്കൊരു സംശയം. അതെ വീസി, അവന് സംശയമുണ്ട്. അവൻ നല്ലവനാണ്. അവര് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. എന്താണ് നിന്റെ സംശയം? ചാള മുളക് അരച്ച് വെക്കണോ തേങ്ങ അരച്ച് വെക്കണോ? നിന്നെ ഞാനിപ്പോ എവിടെ മുളകരച്ച് ചേക്കണം? എടാ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കേ. സാർ, എനിക്ക് സംശയമുണ്ട്. മിടുക്കൻ. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു നിനക്ക് സംശയത്തിന്റെ നിഴലുണ്ട്. ഭാര്യ സംശയം ഉണ്ടാ? അയ്യോ, അത് അവനാണ്. എന്റെ സംശയം അതല്ല. പിന്നെന്താണ്? സാറ്, നമ്മൾ ഇവിടെ നിന്നാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കുറ്റവാളി കുറ്റവാളി എന്നാണ് വിളിക്കുന്നത്. സത്യത്തിൽ എന്താണ് സാറേ ഈ കുറ്റവാളി? കൊള്ളാം, നല്ല ബ്രില്യന്റ് ചോദ്യമാണ് നീ ചോദിച്ചത്. കുഴപ്പമില്ലാത്ത ചോദ്യമാണ്, പറഞ്ഞുതരാം. അതായത് കുറ്റവാളി എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, അതാണ് കുറ്റവാളി. അതിൽ കുറ്റം വരെ ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ഈ വാളി, അതെന്താണ് സാറേ? വാളി പണിപ്പാളി വാളി എനിക്കറിയാം. അയ്യടാ, ഇനിയിപ്പോ വാളി ഇങ്ങനെ വല്ലോടത്തും പോയിക്കാണ്. പിന്നെ നീ അകത്തും പുറത്തൊക്കെ ആയിട്ട് കുറെ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ളല്ലേ? ഈ കുറ്റം ഓക്കെ, ഇത് അതിൻ്റെ ഇടയ്ക്ക് വാളി എന്ന് പറയുന്ന സംഭവത്തിന്റെ എന്താണെന്നറിയാം അർത്ഥം? അറിയാം. പക്ഷെ ഞാനിവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്നെ മലയാളം പഠിപ്പിച്ച ഒരു സാറുണ്ട്, സകലവൻ സാറ്. ആ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ അടുത്ത തവണ വരുമ്പോൾ പറയാം. അവനോട് വെയിറ്റ് ചെയ്യാനല്ലോ. സാർ, ഉത്തരം കിട്ടിയില്ല. എന്റെ സാറേ, സാർ ഇത്ര നേരം മനസ്സിലായി. സാറിനെ കളിയാക്കിയല്ലേ? എടാ ഭയങ്കര, നീ ആളുകളല്ല. നീ ചെയ്ത് കുറ്റം എന്താടാ? എന്റെ സാറ്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഓണത്തിന് ഇച്ചിരി നേരത്തെ ഒരു പർച്ചേസിംഗ് നടത്തിയതിന്റെ പേരിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇവിടെ നിയമവും നീതിയൊന്നുമില്ലേ? ഒരു പാവപ്പെട്ടവൻ നേരത്തെ പർച്ചേസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പിടിച്ച് സെല്ലടച്ചാക്കള്. എന്റെ സാർ, അവൻ എപ്പോഴാ പർച്ചേസ് ചെയ്തെന്ന് ചോദിക്കും. എടാ, നീ എപ്പോഴാ പർച്ചേസ് ചെയ്തത്? രാത്രി 1:30. രാത്രി കടകുത്തി തുറന്ന് മോഷണം ചെയ്തതാണോ അതിന്റെ പർച്ചേസിങ്? എനിക്ക് ഭ്രാന്തി കയറി കഴിഞ്ഞാൽ ചെയ്യുന്നതല്ലേ യാന്ത്രികം മാത്രമേ ഒരിക്കുള്ളൂ. വേറെ സെല്ലിൽ ആരെങ്കിലും ഏർപ്പെട്ടാ? എന്റെ സാറ്, ഇവര് പ്രശ്നക്കാരില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവരെ ഇവിടെ പണിക്കൊക്കെ ഏൽപ്പിച്ചിരുന്നത്. പ്രശ്നക്കാരും തെല്ലി കിടക്കുമല്ലേ? എന്നാ അവരാദ്യം വിളിക്കും. ആ കാണാണ് സുദർശനൻ.
പിന്നെ മീശ ഉണ്ട് എന്നെക്കാളും വലുതാണല്ലോ. ആ സാറേ ഇവൻ ചെയ്ത കുറ്റം എന്നറിയോ? എന്താണ്? ഇവൻ ഈ കലാതിലാക്കാന്ന് പറഞ്ഞ് പിള്ളേരെ പേടിപ്പിച്ച് ബോധം കെടുത്തി അവരെ സ്വർണ്ണവും പണമൊക്കെ മോഷിക്കും. ഇതാണ് ഇവന്റെ പ്രധാന പണി. ആണോ? ആ പിന്നെ ഇവനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവനാണ് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. കൊറിയോഗ്രാഫി അത് തന്നെ. ഇവനാണ് ഡാൻസ് ഡാൻസ് ചെയ്തിരിക്കുന്നത്. എന്നാ അവനെ ഇങ്ങോട്ട് ആദ്യം വിളിച്ചേ. അവനെ കൊണ്ടുവാ. കയറി വാടക കയറി. എടാ നീ ചെയ്ത കുറ്റങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. കുഴപ്പമില്ലാത്ത രീതി പോകുന്നുണ്ട്. ശരി. പിന്നെ സ്വാതന്ത്ര്യനോട് അറിയാലോ, പരിപാടികളൊക്കെ ഉണ്ട്. നീയാണോ ഡാൻസ് പഠിപ്പിക്കണത്? എങ്ങനെയൊക്കെ ഡാൻസ്? അടിപൊളിയുണ്ട്. എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എത്ര പേരുണ്ട്? ഞങ്ങൾ ഈ ഗ്യാങ് മൊത്തമുണ്ട്. അതങ്ങനെ മൊത്തമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, മന്ത്രിയൊക്കെ വന്നാണ് അവരുടെ മുമ്പിൽ കളിക്കേണ്ടതാണ്. അപ്പൊ നീ ആദ്യം ഗ്രൂമേഴ്സിന്റെ മുമ്പിൽ കാണിക്കുക, എന്നിട്ട് ഫ്ലോർ ഒറ്റയടിക്ക് നീ ഫ്ലോറിൽ പോലെ ആദ്യം എന്നെ ഒന്ന് കളിച്ച് കാണിക്കും. ഇതാണ് സിനിമാറ്റിക് ഡാൻസ്. അടിപൊളി ഡാൻസ് അല്ലേ? ഇതേതാണ്ട് കന്നുകൂട്ടിയ പാടത്ത് കൊക്കിരിക്കണ കൂട്ടു. എന്റെ പൊന്നു സാറേ അടിപൊളി ഡാൻസ് അല്ലേ? പിന്നെ ഇതാണ് ഡാൻസ്. ഇങ്ങനെയാണോ ഡാൻസ്? ഇപ്പൊ മാഷ് കളിച്ച ഫസ്റ്റ് സ്റ്റെപ്പില്ലേ, അതൊന്നുകൂടി ഒന്ന് കാണിച്ചേ. അയ്യടാ, ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നതേ മധുരക്കിഴങ്ങ് കാര്യത്തിന്റെ പെരിച്ചാഴിയുടെ മുഖത്തിന്റെ ഫീലാ. അയ്യോ, ഇങ്ങനെയാണോ ഡാൻസ് കളിക്കണത്? പിന്നെ ഇത്രയും പേരൊക്കെ കളിച്ചത് ഓക്കെ, പക്ഷെ സെന്റർ പോർഷൻ ശരിയായില്ല. സെന്റർ പോർഷൻ ഇനിയിപ്പോ നിർബന്ധം ഞാൻ തന്നെ കളിക്കാം. അത് ശരിയാവണില്ല. ഇനി സാറിന് ആദ്യം പോലെ ഞങ്ങൾ പഠിപ്പിച്ചെടുക്കണ്ടേ? എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ കൈ നിന്നിട്ട് കളിച്ചോളാം. എന്റെ പാട്ട് ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടാണ്, നീ ഇവിടുത്തെ ജയിൽ പുള്ളി. അപ്പൊ ആര് പറഞ്ഞത് കേൾക്കണം? സാറ് പറഞ്ഞത് കേൾക്കണം. അതാണ് പറഞ്ഞത്. അപ്പൊ സാർ സെന്റർ പോർഷൻ കളിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പറഞ്ഞു ഡാൻസിന്റെ ആശാൻ ഞാൻ, സാറ് ശിഷ്യൻ. അപ്പൊ ആര് പറഞ്ഞു കേൾക്കണം? അപ്പൊ ആശാൻ പറഞ്ഞത് കേൾക്കണം. കേൾക്കണല്ല ബോയ്സ്. അപ്പൊ ഞാൻ കളിക്കാല്ല. കളിക്കാം. സിരിച്ച് പുട്ടാനെ മതി, പറഞ്ഞില്ലേ അത് വേണ്ടെന്ന്. അല്ല, ഡാൻസ് അവർ കൈകാര്യം ചെയ്തോട്ടെ, നമുക്ക് പാട്ടി പിടിക്കാം. പിന്നെ ഡാൻസ് ഒക്കെ കുഴപ്പമില്ല കേട്ടാ, നിങ്ങൾ തന്നെ കളിച്ചോ. നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്തു കേട്ടാ. സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് കൊടുത്ത് അവരങ്ങ് കളിക്കോളിയതാണ്. വേറെ ആരാണ് സില്ലി കിടക്കുന്നത്? എന്റെ സാർ ഇനിയുള്ള പ്രതി എന്ന് പറഞ്ഞ അവനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. അവനാണ്? കണ്ടില്ല അവനാ? ഇതെന്താണ് ചീട്ടെടുക്കാൻ പോന്നെ തത്തമ്മേ? സാത്താൻ സാത്താൻ ഇവനാണ് സാത്താൻ. സാത്താൻ തോറ്റ കുട്ടിച്ചാത്തന്റെ പോലെ ഇരിക്കാണല്ലോ. പൊന്നെ, ഇതെന്താണ് കാണുന്നത്? ഇവന് ഭ്രാന്തായിട്ട് ചങ്ങലക്ക് ഇട്ടാകണല്ലോ. ഈ ചങ്ങലക്ക് ഭ്രാന്തിട്ടിട്ട് ഇവന് മേറ്റേ കയറിക്കണം. അത് വെറുതെ ഇട്ടിരിക്കണം, അവന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇട്ടിരിക്കണം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന്. എന്താണ് നീ ചെയ്ത കുറ്റം? എന്റെ വീട്ടിൽ കയറി വന്നവനെ ഞാൻ വെട്ടി. എടാ മഹാഭാവിയെ, വീട്ടിൽ വന്നവനെ വെട്ടാണ് ചെയ്യണത്. വെള്ളം കൊടുത്ത് പറഞ്ഞു വിടണ്ടേ? പിന്നെ എന്റെ ഭാര്യയുടെ കാമുവിനെ ഞാൻ പിന്നെ എന്നെ ഭാര്യയുടെ കാമുകനാണ് നീ വെട്ടത്? അവനെ വെട്ടല്ലേ വേണ്ടത്, ഞാനാണെങ്കിൽ വെടിവെച്ചു വന്നാനെ. ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെയാണ് നമുക്ക് വെടിവെച്ചുവല്ലോ. ഇതിപ്പോ എത്ര പേരാന്ന് വെച്ചിട്ടാ വെടിവെക്കണേ? പിന്നെ നിനക്കറിയാലോ, ഇന്ന് സ്വാതന്ത്ര്യമാണ്, കലാപരിപാടികളൊക്കെ നടക്കണാണ്. നീ ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കണ്ട? ഞാൻ 1000 കിലോമീറ്റർ ഓട്ടത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ആ വഴി അങ്ങോട്ട് നിനക്കാട് ഓടി പോകാനല്ലേ. നിനക്ക് പറ്റിയ കളി രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കുളങ്കരയും പിന്നെ മിഠായി വർക്കലും. അതിലങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി കേട്ടാ. ഒരു ജയിലിലും ആരെങ്കിലും ഒരാൾ മീശ പിടിച്ചാൽ മതി, അത് ഞാൻ പിടിച്ചിട്ടുണ്ട്.
മുണ്ടാട്ടിത്തോളം പഴയതുപോലെ നിന്റെ അഭ്യാസം കൂടെ നടത്തി കഴിഞ്ഞിട്ടില്ല. പൊറോട്ട കീറിട്ട് വലിച്ചു കൂട്ടി ചവിട്ടി പണ്ടാടി കളിച്ചാൽ മനസ്സിലായിരിക്കും. നീ എവിടെ പോണു? പിണങ്ങി പോയിരുന്നു. അതവന്റെ സ്ഥിരം ഡയലോഗ് സാറേ. പിന്നെ നമ്മുടെ തമ്പുരാനൊരു ഇത് പറയാനുണ്ട്. എന്താണാവോ സാറേ ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് ഒരാളെ റിലീസ് ചെയ്യുമല്ലോ. എന്റെ പേര് എന്നെ വിളിക്കണം സാറേ. എന്തിനാടാ? എറണാകുളത്ത് ഒരു പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ പർച്ചേസിംഗ് നടത്താൻ. സാറേ നമ്മൾ ഇവിടെ കിടന്ന് കസർത്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ഡി ബ്ലോക്കിലെ കാര്യങ്ങൾ ഒന്നും ആയിട്ട് നമുക്ക് അവിടെ പോയി അതൊന്നും നോക്കണ്ടേ. അവിടെ വരെ പോവാ. എന്നാ സാർ നടന്നു നടക്ക്. പിന്നെ അവിടെ പ്രശ്നക്കാരായിരുന്നു. അവിടെ ആ പ്രശ്നക്കാരല്ലേ പണിയൊക്കെ പെട്ടെന്ന് തീർത്താൻ കേട്ടാ. ഇപ്പൊ ഒരു ഇവിടെ കിട്ടും. അയ്യോ എന്റെ വളരെ എന്നെ കൊത്തിക്കൊണ്ട് പറക്കോ. അയ്യോ എന്തു പറ്റി സാത്താനെ? വേദനിക്കണ്ട. എടാ നിന്നോട് രോമാഞ്ചം ഉണ്ടാക്കാനാണോ ഞാൻ പറഞ്ഞേ? മസാജ് ചെയ്യാൻ. ഇപ്പൊ എങ്ങനെയുണ്ട് സാത്താനെ? എന്നറിയാൻ പാടില്ല, നീയൊക്കെ പിടിക്കുമ്പോ ഒരു വൈബ്രേഷൻ. ഇത് വൈബ്രേഷൻ ചുഴിലേറാണ്. സാത്താനെ എന്നെ ഒന്ന് രക്ഷിച്ചോ. എന്റെ സാത്താനെ എന്നെ ഒന്ന് രക്ഷിക്ക്. എടാ കാര്യം പറ. ആ 5ാമത്തെ സെല്ലിൽ കിടക്കുന്ന സോമന്റെ ഒക്കെ ഞാൻ സോപ്പ് ചോദിച്ചു. അവൻ തന്നില്ല. അവിടെ കിടന്ന വെട്ടരുവാൾ കൊണ്ട് 5-6 വെട്ടി ഞാൻ അവനിട്ട് കൊടുത്ത്. എടാ അവന് വെട്ടിക്കൊല്ലാൻ പോയിട്ടാണോ നീ എന്നോട് രക്ഷിക്കാൻ പറയണേ? എടാ നിന്നൊക്കെ ശിക്ഷിക്കല്ലേ വേണ്ടേ? അല്ല പക്ഷേ ഞാൻ വെട്ടിയ വെട്ട് ഒത്തെണ്ണം പോലെ അവന്റെ ദേഹത്ത് കൊണ്ടില്ല. ഇപ്പൊ അവനൊരു കോടാലി കൊണ്ട് എന്നെ വെട്ടാൻ വേണ്ടി വരികയാണ്. നീ ഇപ്പഴ എന്റെ അടുത്തേക്ക് വന്നെന്തിനാ? ഞാൻ സാത്താന്റെ ആളാണെന്നാ പറഞ്ഞത്. എന്റെ പൊന്നോ എടാ നീ ബാക്കിയുള്ളവരെ കൊല്ലിക്കോ. മന്ത്രി എത്താറായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും. ആ മേശയും കസേരയും ഡെസ്ക് ഒക്കെ എടുത്തോ. പെട്ടെന്ന് പെട്ടെന്ന്. പ്രിയമുള്ളവരെ എല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്നിവിടെ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ഇല്ല. എന്നെ പരിപാടിയാന്നേ ഒരു യോഗയ്ക്ക് ആകുമ്പോ ഒരു ഈശ്വര പ്രാർത്ഥനയൊക്കെ വേണ്ടേ? പിന്നെ നിനക്കൊക്കെ ഈശ്വര വിചാരം ഉണ്ടായിരുന്ന നീയൊക്കെ ഇവിടെ വന്നിരിക്കുവായിരുന്നു. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന ഇല്ല. ശരിയാ. പ്രിയമുള്ളവരെ ആദ്യമായിട്ട് നമുക്ക് മന്ത്രിയെ മാലയണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുമാരനെ ക്ഷണിച്ചു കൊള്ളുകയാണ്. ഇതെന്താണ് ഇവൻ ഇങ്ങനെ? സെല്ലിൽ സ്ഥിരമായിട്ട് പൊറോട്ട എടുക്കുന്ന ആളാ. ദൈവമേ വല്ല ഇറച്ചി വെട്ടുകാരനായിരുന്നു ഇങ്ങനെ വെട്ടിക്കൊന്നേനെ. പ്രിയമുള്ളവർ അടുത്തതായിട്ട് നമ്മുടെ സൂപ്രണ്ടിനെ മാലയണിയിക്കാൻ വീണ്ടും നമ്മുടെ കുമാരനെ ക്ഷണിച്ചു കൊള്ളുകയാണ്. അപ്പൊ നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ഇന്നലെ സ്വാതന്ത്ര്യദിനമാണ്. നിങ്ങൾ ആരാണെന്ന് ഒരാൾ നറുക്കെടുത്ത് നിന്ന് പുറത്ത് റിലീസ് ആകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ സൂപ്രണ്ട് സാറിന്റെ ഒരു കവിത ഇവിടെ ആലപിക്കുന്നതിന് വേണ്ടി ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ലേഡീസ് ഇല്ല, അപ്പുറത്തെ സെല്ലിലുണ്ടല്ലോ, അവർ കൂടി കേട്ടോട്ടെ. അപ്പൊ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ പ്രശസ്ത കവി സൂപ്രണ്ട് സുഗുണൻ അവതരിപ്പിക്കുന്ന ഒരു സൂപ്രണ്ടിന്റെ രോദനം എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും ചില വരികൾ. സൂപ്രണ്ടിന്റെ രോദനം. വീട്ടിൽ ഭാര്യയുണ്ട്, അമ്മിഞ്ഞ മാറാത്ത 2 കുട്ടികളുണ്ട്, പിന്നെ പ്രായമായ അമ്മയും അവരങ്ങ് ദൂരെ ഒറ്റക്കാണ്. അവരെയോർത്തു തേങ്ങുന്നു എൻ മനം. ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്ന് 8 മണിക്കൂർ യാത്രയുണ്ട്. എൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സമയമാകും. പിന്നെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ എവിടെ സമയം? എൻ ഡിപ്പാർട്ട്മെന്റ്. ഇതൊരു കാക്കിക്കുള്ളിലെ രോദനമാണ് ഡിപ്പാർട്ട്മെന്റ്. വീടിനടുത്തൊരു സ്റ്റേഷനുണ്ട്. എത്ര നാളായി ഞാൻ പറയുന്നു എന്നോട്ടങ്ങോട്ടെടുക്കാൻ ഡിപ്പാർട്ട്മെന്റ്. ഈ കരാഗ്രഹത്തിൽ നിന്നും ഒരു മാറ്റം തരണമേ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിഷമത്തോടെ സൂപ്രണ്ട് സുഗുണൻ ഒപ്പ് 2 കുത്ത്. കൊടുക്കേണ്ട അപേക്ഷയാണ് കവിതായിട്ട് പാടി. അവിടെ പോയിരിക്കും. പ്രിയമുള്ളവരെ, മന്ത്രിക്ക് പോകാൻ തിരക്കുള്ളതുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. അതുകൊണ്ട് ഇന്നൊരു നറുക്കെടുത്ത് ഒരാളെ ഇന്ന് റിലീസാക്കാൻ പോവുകയാണ്.
അതിനുവേണ്ടി നറുക്കെടുക്കുന്നതിന് വേണ്ടി ഇതേ മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, മന്ത്രി നറുക്കെടുത്തിരിക്കുകയാണ്. ധാരായിരിക്കും ആ ഭാഗ്യവാൻ എന്നറിയുവാൻ നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുണ്ട്, എല്ലാവർക്കും ഭയങ്കര ടെൻഷനുണ്ട്. എന്നാൽ നമുക്കധികം ദീർപ്പിക്കേണ്ട, നമുക്ക് മന്ത്രിയോട് ആ പേര് അനൗൺസ് ചെയ്യാൻ പറയാം. സാർ, ആ പേരൊന്ന് പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് ആ ഭാഗ്യവാനെ പരിചയപ്പെടാം. ഞാൻ പറയാൻ പോകുന്ന പേര് സുഗുണൻ. ഇതെങ്ങനെ ശരിയാകും? സാറാണോ സുഗുണൻ? ഇതെങ്ങനെ ശരിയാകുന്നേ? സ്വാതന്ത്ര്യ സമര ഇതിന് നമ്മുടെ ജയിൽ പുള്ളികളല്ലേ നറുക്കെടുത്ത് പുറത്തേക്ക് വിടുന്നത്. എന്റെ പൊന്ന് സാറേ, ഞാൻ എത്ര തവണ ഒരു അപേക്ഷ തന്നു, അത് നിങ്ങൾ കൈക്കൊണ്ടില്ല. എന്നെ ഇവിടുന്ന് മാറ്റാൻ കവിതാ സമാഹാരത്തിലും ഞാൻ പാടി, എന്നിട്ടും മനസ്സിലായില്ല. വെള്ളക്കാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഈ കൊള്ളക്കാരിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ? അതിന് ഞാൻ ഈ ഒരു ഒറ്റ മാർഗം കണ്ടോളൂ. കേട്ടാ സത്യം. മലയാളം വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് ആക്കാം. സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഈ സിനിമ വിരിമവാലത്തെ വേറെ ഏതെങ്കിലും മറിമായ ഇതിന്റെ പ്രോഗ്രാമിന്റെ ചാനലിന്റെ പേര് മഴവിൽ മരുമേൽ ഉണ്ടോ? മഴവിൽ മരുമേൽ ചാനലിന്റെ പേര് പോലും നേരെ അറിയാൻ പാടില്ലാതെ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഇംഗ്ലീഷ് ചാനലെല്ലാം അറിയാം, മറ്റേ ഇത് അറിയില്ല. മഴവിൽ മനോരമ. മഴവിൽ മനോരമയിൽ വേറെ ഇതുപോലത്തെ ഏതെങ്കിലും ആങ്കറിങ്ങിന് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി ഉണ്ടോ? എന്താ കാര്യം? അല്ല, എനിക്ക് അതിലും കൂടെ ഒരു അവസരം വേണം. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഏതൊക്കെ ഉണ്ട്? എനിക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ഉള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ഇവിടെ ഇനിയിപ്പോ മംഗളിയാൻ വേറെ നല്ല എന്തെങ്കിലും വേറെ പരിപാടി ഉണ്ട്? പരിപാടി ഉണ്ട്. എനിക്ക് അതിലും കൂടെ ഒരു അവസരം ഉണ്ടായിക്കളി. എന്തിനാ? അല്ല, കാരണം ഇതിൽ ക്ലിക്ക് ആയില്ലെങ്കിൽ അതിൽ ഷൈൻ ചെയ്യാലോ. എങ്കിലും ഒന്ന് ചെയ്ത് മര്യാദയ്ക്ക് നന്നാക്കാൻ നോക്ക്, എന്നിട്ടല്ലേ പിന്നെ അടുത്തെടുക്കുന്നത്. അല്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ സീരിയസ് ആയിട്ടാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാർ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിക്കണം. പ്രസാദ് സാറല്ലേ നിങ്ങളുടെ സിയോ? അതെ, ഓൻ പറഞ്ഞിട്ട് വന്ന ആളാണ്. അതെ അതെ, അതാണ് പ്രസാദ് സാറ് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനതാണ് ഇംഗ്ലീഷ് ആക്കി തരാമെന്ന് പറഞ്ഞത്. സിനിമ മാറ്റി ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ ആക്കി തരാം. This is a warm evening of Christmas, the birth of Jesus Christ, the world's largest cultural festival. And welcome to the brand new episode of Christmas special Cinema Chirima. ഇത് ഞാൻ പറയണോ? എനിക്കിത് അല്ലെങ്കിൽ വേണ്ട, സിനിമ വിരിമ മതി. അത് മതി. സിനിമ വിരിമ മതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒറ്റ സെക്കൻഡ് സാർ, ഇത് മലയാളം ഒറ്റ സെക്കൻഡ്. അത് ഞാനാണ് ഇപ്പോൾ എൻ്റെ പരിപാടി ഇപ്പം നടക്കുന്നുണ്ട്. മലവിൽ മനോരമയല്ലേ ഇപ്പം എൻ്റെ പരിപാടി ലൈവിൽ ഈ കണ്ട ഞാനാണ്. ഇത് ലൈവ് ഒന്നുമല്ല. ലൈവ് പുള്ളിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഞാനാണ്ടി ഇനി ഞാനാണ്, മൈദീനാണ്. അല്ല, യോ നീ വച്ചാലി ഇനി പേര് കിട്ടി കേട്ടോ. മൊയ്തീൻ എന്നാണ് യഥാർത്ഥ പേര്, ബാക്കി യോയോ. അതെ, അത് എൻ്റെ വാപ്പക്ക് ഞാൻ ജനിച്ചപ്പോൾ ഞാൻ ഇത്ര സ്റ്റൈൽ ആവുമെന്ന് കരുതിയില്ല. അതുകൊണ്ടാണ് ഓ മൈദീൻ നിട്ടത്. ബ്ലഡി കൾച്ചറില്ലാത്തൊരു ഫെലോ. ഒരു കാര്യം ചെയ്യും, സ്വന്തം വാപ്പയെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഒരു ആങ്കർ ആവുകയാണ്, ഒരു ചാനലിലെ ഒരു വലിയ പരിപാടിയുടെ അവതാരകനാണ്. നമുക്ക് സ്വന്തം കൾച്ചറും കാര്യങ്ങളൊക്കെ വേണം. ഒന്നുകൂടെ ഒന്ന് മനസ്സിൽ, ഞാൻ പ്രസാദ് സാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളുടെ സമയം കളയാണ്. മലയാളത്തിൽ പറയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ പറക്കുന്ന ഈ ക്രിസ്തുമസ് സുദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സിനിമ ചിരിമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ പിന്നെയും വന്നല്ലോ സിനിമ പിരിമ. അത് വേണമല്ലോ, അതല്ലേ നമ്മുടെ പ്രോഗ്രാം. അതിന് എനിക്ക് ഒഴിവാക്കണം. എനിക്കും അത് വേണ്ട, എനിക്കത് ആവൂല. അത് വേണ്ട, ചിലപ്പോൾ അത് മാറ്റി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ പറക്കുന്ന ഈ ക്രിസ്മസ് സുദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, റെഡി? ഒന്ന് പുഷപ്പ് ചെയ്തോ. ഈ വന്നിട്ടും പോയിട്ട് ഈ പുഷപ്പ് മാത്രമേ ഉള്ളൂ, ഒരു വർത്താനം നേരാവണ്ണം പറയുന്നില്ലെന്നേ. എന്ത് പറയാനാണ്? ഇതെന്താ ഇത് മൂൺ വാക്കാ? അടുത്ത് വെക്കാൻ മേലാത്ത അവസ്ഥയാണല്ലോ ഇത്. സോറി ബ്രദർ. ഇല്ല, ഇടിക്കല്ലേ. നിങ്ങൾ ഭയങ്കര ജിമ്മിന്റെ ആൾക്കാരാ. ഒരു കാര്യം ചെയ്യൂ പ്ലീസ്, ഇതൊന്ന് എടുത്തേ. എനിക്ക് മാറ്റാൻ പറ്റില്ല, പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നത് എടുക്കണ്ട. ഞാൻ പ്രസാദ് സാർ പറഞ്ഞാലും ക്യാമറ ക്ലിയർ വീഴുന്നു. എടുത്തേ പ്ലീസ്. ഞാൻ എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം എനിക്കത് വെച്ചോ ഇപ്പഴാ കറക്റ്റായത്. ഇനി പറഞ്ഞോ, ഞാൻ ഒന്നര പറഞ്ഞു തരണോ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ പറക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, റെഡി? ഫസ്റ്റ് ഇതല്ലേ ക്രിസ്മസ് അല്ലേ സാർ? ക്രിസ്മസ് ദിനം അതല്ലേ? ശാന്തി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ
ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ പറക്കുന്ന ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. അത്രേ ഉള്ളൂ. എൻ്റെ വാപ്പാൻ്റെ ടി വിയാ ഇതിന് മാത്രം ചൂടാവാൻ. ഇന്ന അറബി പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ പോലും പെരുമാറിയിട്ടില്ല. ഇന്ന അറബി പോലീസ് എടുത്തിട്ട് ഈത്തപ്പയോ അലുവയോ ഒക്കെ തന്നു വിട്ട്. അതാണ് നേര്. ഈ എത്ര ആളാവല്ല മോനെ, ഒരു പന്നിച്ചാക്ക് പോലെ വയറും വച്ച്. പിന്നെ എനിക്ക് ശാന്തി ഒന്ന് മാറ്റിക്കളി സാറേ പ്ലീസ്. നിങ്ങൾക്ക് ബക്സ് തരാം. എത്ര ബക്സ് വേണമെന്ന് തരാം. ശാന്തിക്ക് എന്താ പ്രശ്നം? എനിക്ക് നമ്മൾ ഒരു കേസ് ഇട്ടുണ്ട് അത് ബസ് സ്റ്റാൻഡിൽ. എനിക്കത് മാറ്റിക്കളി. എനിക്കത് ഓർമ്മ വരും. അപ്പോൾ അത് മൂഡ് ഔട്ട് ആവും. ശാന്തി വേണ്ട. സൈലൻറ്റ് പ്ലീസ്. ഒരു സർ ക്യാമറമാൻ സർ ഒരു 2 seconds ഫോർ ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഓക്കെ ബൈ. ശരി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പുള്ളി മനസ്സിൽ പ്രാർത്ഥനയും ദൈവവും ഒക്കെ ഉള്ള ആളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ. പ്രസാദ് സാർ പറഞ്ഞു വിട്ടല്ലേ, പ്രശ്നമൊന്നും വരില്ല. പ്രാർത്ഥിക്കണമല്ല, പിന്നെ മുടി സ്പൈക്കണം. സാർ ഒരു സാക്ഷ്യം ചോദിക്കട്ടെ. സമാധാനം എന്ന് പറയുമ്പോൾ ഞാനൊരു ഇങ്ങനെ ഒരു സാധനം എടുത്തു കയ്യില പറയുമ്പോഴാ ഒരു സമാധാനം. ശരി, സമാധാനത്തിന്റെ വെള്ളരിപ്ലാവ് പ്ലാവല്ല പ്രാവ്. എനിക്ക് ആ മൃഗത്തിനെ ഒഴിവാക്കിക്കളി. ഏതിനാ പ്രാവ? ആ പ്ലാവ് എനിക്ക് പറ്റൂല. പക്ഷിയാണത്. എനിക്ക് എനിക്ക് മൃഗമല്ലത്. പക്ഷിതാരത് എവിടുന്നാ വരുന്നത്? പക്ഷിയാണ്. പട്ടിയാണോ? പട്ടിയല്ല, പക്ഷി. പ്രാവ് കാക്കയൊക്കെ പോലത്തെ മൃഗമല്ലേ? പക്ഷി മൃഗാദികൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മാഷന്മാരെ എന്നെ പഠിപ്പിച്ച പക്ഷി മൃഗാദികൾ. ആയിക്കോട്ടെ. അപ്പോൾ പക്ഷെ ഇതൊക്കെ ഡയലോഗ് വേണ്ടേ? സമാധാനത്തിന് വെള്ളരി പ്രാവുകൾ അത് വേണ്ട. അപ്പോൾ സമാധാനത്തിന്റെ വെറുതെ മതി. കാക്കകളായാലും കുഴപ്പമില്ല, ചെറിയ കാക്കകൾ. എനിക്കറിയാവുന്ന ആളുകൾ. ഈ പ്ലാവ് എനിക്കറിയില്ല. എന്ത് പറയാനാണ് എന്റെ ദൈവം. ഒന്ന് മാറ്റി കളി സാർ. ശരി, സമാധാനത്തിന് പ്രാവ് വേണ്ട. വെള്ളരി പ്രാവും കളഞ്ഞ് ഞാൻ സമാധാനത്തിന് സന്ദേശവുമായി ഈ ക്രിസ്മസ് ആരംഭിക്കുന്നു. ക്രിസ്മസിലെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്രയും മതി. ഓക്കെ ബൈ. സമാധാനത്തിന് സന്തോഷമായിട്ട് ക്രിസ്മസ് ഷോയിലേക്ക് സ്വാഗതം. ഇപ്പൊ എങ്ങനെ കളിക്കാം? ക്രിസ്മസ് 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 ലാസ്റ്റ് എന്താ പറഞ്ഞു? ക്രിസ്മസ് ഷോ ഷോ എന്താ? ഷോ ഷോയാ? ഷോ ക്രിസ്മസ് ഷോ ഷോ ഷോ. ഇപ്പൊ കറക്റ്റായി. ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അത് മാത്രം ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. ഈ എനിക്ക് സാർ എനിക്കത് ആകണില്ല. എനിക്ക് ഓണത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങളുടെ പരിപാടി? എനിക്ക് ആ കൊന്നപ്പൂക്കൾ പൂക്കണമൊക്കെ എനിക്കത് നല്ല വരും. ഇനി കൊന്നപ്പൂക്കൾ ഓണപ്പൂക്കളം സാർ ഇനി കൊന്നയില്ല ഓണോ ഇല്ല. ഞാൻ പ്രസാദ് സാറിനെ വിളിക്കാം. സാർ ഞാൻ ക്രിസ്മസിൽ ഇത് ഇതാക്കട്ടെ സാർ. പ്ലാവ് വറുത്തത്തിന് പപ്പാനീനെ കൊണ്ടുവന്നോളി. സുനീഷാണ് സാർ. സാറ് പറഞ്ഞു വിട്ട ആള് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയിട്ട് ശരിയാവണില്ല. പുള്ളിയുടെ ഭാഷ നമുക്കത്ര പറ്റിയൊരു. എന്റെ ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? ഒന്ന് ഭാഷയാണ് ഇങ്ങനെ വരെ. പ്ലീസ് സാർ പ്ലീസ് വരാം. മമ്മൂട്ടിക്ക് പഠിക്കാണ്. ശരി സാർ ശരി. സാർ വരും. സാർ എനിക്ക് ഞാനിത് അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. സാർ അസലായി പറഞ്ഞിരിക്കുന്നേ സാർ. ഇനി ഓരോ ചാൻസ്, 1 ചാൻസ് പ്ലീസ്. എനിക്ക് സാറിന് മുമ്പ് കേൾപ്പിച്ചാൽ മതിയല്ലോ. സാറിന് മുമ്പ് കേൾപ്പിച്ചാൽ മതി. എനിക്കത് അറിയേണ്ട കാര്യമില്ല. സാർ ഞാൻ നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത്. ഓല് സാർ എനിക്കറിയാം എൻ്റെ ആള്. സാർ ഞാൻ നന്നായി പെർഫോം ചെയ്ത്. അപ്പോൾ ഓല് പറയണത് ഓലിക്ക് എൻ്റെ ഭാഷ ഞാൻ വളരെ കാഷ്വൽ ആയിട്ടാണല്ലോ പറയണത്. എൻ്റെ ഒരു സ്റ്റൈൽ അതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയുമ്പോൾ ഓല് ഇഷ്ടപ്പെടണില്ല. അപ്പം ഞാൻ ഒന്ന് പെർഫോം ചെയ്യട്ടെ സാർ. ഇപ്പോൾ ഓല് പറഞ്ഞു ഓക്കെ. സമാധാനത്തിന്റെ വെള്ളരി പാത്തിങ്ങിട്ട് വീണ്ടും ഒരു ക്രിസ്മസ് വന്നിരിക്കണേ. അസലായിട്ട് പറഞ്ഞിരിക്കണേ. പറയുന്ന കാട്ടിട്ട് കൊതി അങ്ങനെ തീരണില്ല. എന്റെ മുത്തേ ഒരാഴ്ച പറഞ്ഞാളി. സമാധാനത്തിന്റെ വെള്ളരി പാത്തിങ്ങിട്ട് വീണ്ടും ഒരു ക്രിസ്മസ് വന്നിരിക്കണേ. ഉണ്ണി വിട്ടോ, ജോലി പോറായി. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പഴയ സുഹൃത്തുക്കൾ അല്ല ഇന്നും പുതിയത് ഞങ്ങൾ ഇന്ന് സുഹൃത്തുക്കൾ തന്നെ. അതല്ല ഞാൻ പറയാം, പഴയ മിമിക്രി വേദിയിലെ ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇന്ന് അല്ല അവര് ചാനലിൽ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് കാണുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്കും വളരെ കാര്യമാണ്. കാരണം ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം കാണുക എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കിയ ഒരു നാദൃശ കാസറ്റ് ഇറക്കിയത് അറിയാമല്ലോ. നാദ് എന്നാണ് അവൻ ഇട്ടത്. അപ്പൊ ഞാനത് വെറുതെ നാദ് എന്ന് പറഞ്ഞപ്പോ എൻ അവന്റെ അക്ഷരവും എ എന്റെ അക്ഷരവും ഡി ദിലീപിന്. എല്ലാത്തിനും അടുപ്പിക്കുന്ന വ്യക്തി ഞാനാണ്. എ ഇല്ലെങ്കിൽ ഇവർക്ക് അടുക്കാൻ സാധിക്കില്ല. സ്വഭാവത്തിലും അതെ അടുപ്പിക്കണം. ഇവരെ അടുപ്പിക്കണമെങ്കിൽ
ഇവരെ അടുപ്പിക്കുന്ന കാര്യ ഇവരെ ഒന്നിച്ചാക്കണ. അതുപോലെ ഏന്ന് പറഞ്ഞ സ്വരാക്ഷരാണല്ലോ, എല്ലാത്തിൻ്റെയും ഇടയിൽ ഇങ്ങനെ എന്തിലും ഇങ്ങനെ ഉൾക്കൊള്ളിച്ച് നിർത്താൻ പറ്റും. അവിടെ നിന്നോളും, പ്രശ്നമില്ലാണ്ട്. അതാണ് അഭി. ഇപ്പൊ തന്നെ അതെ, നാദർഷയും ദിലീപും തമ്മിൽ കണ്ണി കണ്ടാൽ അവർ ശത്രുക്കളാണ്. പക്ഷെ ഞാൻ അടുപ്പിച്ചു. അപ്പൊ ഇത് കഴിയുമ്പോൾ ആക്കാനുള്ള പരിപാടി. നാദ് അതാണ് നാദ് അന്ന് തുടങ്ങി വെച്ചത്. പക്ഷെ പിന്നീട് നാദർഷ എന്ത് ചെയ്തു എന്നറിയോ, ആ നാദ് അങ്ങോട്ട് എടുത്തു, എന്നിട്ട് അതിന്റെ പുറത്ത് ഒരു ഷായും കൂടി ചേർത്തു. ദിലീപിന് എന്തായാലും ആ പേര് വേണ്ട, കാരണം ദിലീപിന് വേറെ കാര്യങ്ങളൊക്കെ, അബിക്കും അത് വേണ്ട. അപ്പൊ പിന്നെ ആ നാദ് എന്നുള്ള പേര് എന്ത് കളയണം അല്ലേ? അങ്ങനെയാണോ? ഒന്നും വേസ്റ്റ് ആക്കില്ല നാദർഷ. എല്ലാം പറയുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഈ ആ പഴയകാല സുഹൃത്തുക്കൾ ഇന്നും സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന മിമിക്രി കലാലോകത്ത് നിന്ന് മലയാള സിനിമയുടെ നെറുകയിലെത്തിയ 3 കലാകാരന്മാർക്കും ഈ സിനിമയുടെ വേദിയിൽ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.